തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കനത്ത പരാജയത്തിനൊടുവിൽ ഇടതുപക്ഷത്തിന് ചില തിരിച്ചറിവുകൾ സംഭവിക്കുകയാണ്. അതിനാൽ തന്നെ തിരുത്തലിനൊരുങ്ങുകയാണ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ളയും വികസന നേട്ടങ്ങളുമൊക്കെ ജനങ്ങളുടെ സമക്ഷം വിശദീകരിക്കാൻ ഇറങ്ങുകയാണ് പാർട്ടി. നേതാക്കൾ ജില്ലകൾ തോറും പര്യടനം നടത്താനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് കാരണമായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തുമെന്ന് വ്യക്തമാക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചും പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത്. ആ നേട്ടങ്ങളിൽ കുറച്ച് കണ്ട കാര്യമില്ല. LDF ഗവൺമെൻറ് ഉണ്ടാക്കിയ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ആ കാര്യങ്ങളുടെയെല്ലാം മിഴിവും തെളിവുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പിൽ മങ്ങിപ്പോയിട്ടുണ്ടെന്ന് പരിശോധിക്കണം. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം. എന്താണ് CPM-നുണ്ടാകുന്ന തിരിച്ചറിവ്? ആ തിരിച്ചറിവിൽ എന്തൊക്കെ തിരുത്തൽ നടപടികളിലേക്കാണ് പാർട്ടി കിടക്കുക? ഇനി വളരെ കുറച്ച് മാത്രമാണ് മുന്നിലുള്ളത്. അതിനിടയിൽ ഇതൊക്കെ തിരുത്തി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുമോ എന്നാണ് പാർട്ടി ആലോചിക്കുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യനുണ്ട്, രതീഷ് അൻഡിതനുണ്ട്. മാർഷൽ, എന്തായാലും ഇന്നത്തെ യോഗം വിശദമായി ചർച്ച ചെയ്തു. ആദ്യമൊക്കെ ഇതിനെങ്ങ് ഉൾക്കൊള്ളാൻ, ഈ തോൽവിയെ ഉൾക്കൊള്ളാൻ പാർട്ടി നേതാക്കൾക്ക് പലർക്കും കുറച്ച് വൈഷമ്യമൊക്കെ ഉണ്ടായെങ്കിലും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ലോ. എങ്ങനെയാണ്, എന്ത് തിരിച്ചറിവാണ് CPM-ന് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്? അതിൻ്റെ ആ തിരുത്തൽ നടപടികൾ എത്ര വേഗത്തിൽ സാധ്യമാണ്? തിരിച്ചടി ഉണ്ടായെന്നുള്ളൊരു തിരിച്ചറിവ് CPM-നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പൊതുവികാരം അങ്ങനെ തന്നെയായിരുന്നു. തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇത്രയും നല്ലൊരു ഭരണം നമ്മൾ കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്കിത് കിട്ടാതെ വന്നത്? അതായത് ഒരു നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തിരിച്ചറിവുണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെയാണ് ഈ വീഴ്ച വന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള 2 ദിവസം CPM-ൻ്റെ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ആ സമിതിയിൽ ഈ വിഷയങ്ങൾ കൃത്യമായി പഠിക്കുകയും അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേരുന്നുണ്ട്. അതത് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഈ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിംഗ് ഉണ്ടാകും. അതനുസരിച്ചുള്ള തുടർ ചർച്ചയുമാണ് ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്രതീക്ഷിതമെന്ന് പറയാവുന്നത് കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പ്രത്യേകം പഠിക്കും. എവിടെയാണ് പാർട്ടിക്ക് വീഴ്ച പറ്റിയത് എന്നുള്ളത് പഠിക്കും. മറ്റൊന്ന്, CPM സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തിയിരിക്കുന്നത് ശബരിമല ഒരു വലിയ പ്രശ്നമായി വന്നു എന്നുള്ളതാണ്. അതായത് BJP-യും UDF-ഉം ഒരേപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കിയത് ശബരിമലയാണ്. എന്നാൽ ആ ശബരിമലയെ വിഷയത്തെ പ്രതിരോധിക്കുന്നതിനകത്ത് പാളിച്ചകളുണ്ടായി. അതിൽ പാളിച്ചകൾ ഒന്ന് പ്രധാനമായും ഉള്ളത്, പല പാർട്ടി അണികൾക്കും ഉണ്ടായൊരു വികാരം, ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള N വാസുവിനെയും A പത്മകുമാറിനെയും പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇത് അതിഭീകരമായ രീതിയിൽ പാർട്ടി അനുഭാവികളായ വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അവർ ആ വോട്ട് അതേ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ LDF ജയിക്കുന്നത് അല്ലെങ്കിൽ CPM-ന് വോട്ടുകൾ ലഭിക്കുന്നത് പാർട്ടി വോട്ടുകൾ മാത്രമല്ല, ഫ്ലോട്ടിംഗ് വോട്ടുകളും നമ്മൾ പറയും. അതായത് 2 മുന്നണിയിലേക്കും എപ്പോൾ വേണേൽ പോകാവുന്ന പൊതു വോട്ടുകൾ. ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നതിലൂടെയാണ് ഇടതുമുന്നണിക്ക് വിജയമുണ്ടാകുന്നത്. അത് പലപ്പോഴും ഇവർ സമാഹരിക്കുന്നത് ഭരണ നേട്ടങ്ങളിലൂടെയാണ്, വികസിത പ്രവർത്തനങ്ങളിലൂടെയാണ്. വികസന പ്രവർത്തനവും ക്ഷേമ പെൻഷനവും കൃത്യമായി നടപ്പാക്കിയിട്ടും UDF-ൻ്റെയും BJP-യുടെയും കൃത്യമായ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടുകൾ ഭിന്നിച്ചുപോയി എന്നുള്ളിടത്താണ് CPM ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയുള്ള തുടർ പ്രക്രിയകൾ ഇവർ നടത്തും. തുടർ തിരുത്തൽ എന്ന സമയമുണ്ടോയെന്നാണ് രതീഷ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നേതാക്കളൊക്കെ ഇങ്ങനെ ആത്മവിശ്വാസത്തിൻ്റെ അല്ലാതല്ലി നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഈ കിട്ടുന്ന ഗ്യാപ്പിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് CPM ആലോചിച്ചത്. അത് അത്ര എളുപ്പമാണോ? കോൺഗ്രസിൻ്റെ നിലവിൽ ഇപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ പോലും ഈ പാട്ടാണ് പാടുന്നത്. പാട്ട് പാടുന്ന കുറച്ച് കൂടിയോന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ CPM എളുപ്പത്തിൽ ഇത് തിരുത്തൽ സാധ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിപ്പോൾ VD സതീശൻ്റെ വാക്ക് പ്രധാനമായി ശ്രദ്ധിക്കണം. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം UDF വിപുലീകരിക്കുമെന്നാണ്. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്ന കക്ഷികളെയൊക്കെ. പക്ഷേ VD സതീശൻ്റെ പ്രതികരണം പൊളിറ്റിക്കൽ ബേസ് മെച്ചപ്പെടുത്തും എന്നതാണ്. അതായത് കക്ഷികളെ കൊണ്ടുവരിക എന്നതിനപ്പുറത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വാക്കിന് കുറേ കൂടി യുക്തിയും പ്രസക്തിയും ഉണ്ട് എന്ന നിലയിലാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നത്. അപ്പോൾ കക്ഷികളുടെ എണ്ണം കൂട്ടുന്നതിലല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പ്രധാനം എന്ന പോയിന്റിലേക്ക് കോൺഗ്രസ് നേരത്തെ CPM ചെയ്താണ്. 2016-ൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വലിയൊരു മെക്കാനിസം. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ UDF, ഉദാഹരണം പറയുകയാണ്, UDF-ന് ഒപ്പം നിൽക്കുമ്പോൾ
ചിതറിക്കിടക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിക്കാൻ, അത് കൊല്ലം ജില്ലയിൽ വളരെ അപ്രസക്തം തോന്നുന്ന കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ ചിതറിക്കിടക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ച് വലിയ സംഘടിത ശക്തിയാക്കി മാറ്റിയത് സോഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസം, CSI സഭകൾ, ലത്തീൻ സഭ, ഇങ്ങനെ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാണ് അന്ന് 2014 വിജയത്തിൻ്റെ അടിത്തറ. അതിന് സമാനമായി സാമൂഹ്യ ഗ്രൂപ്പുകളെ കൂടുതലായി അടുപ്പിക്കുക എന്ന നിലയിലാണ് UDFിൻ്റെ തന്ത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കക്ഷികളുടെ വലിപ്പം കൂടുതലോ പുതിയ കക്ഷികൾ വരലോ ആയിരിക്കില്ല, ഈ ബേസ് മെച്ചപ്പെടുത്തിയായിരിക്കും UDF. അപ്പോൾ UDF അത്ര സ്റ്റഡീഡ് അല്ല എന്ന് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഏത് ഘട്ടത്തിൽ സമീപകാലത്ത് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നോ അപ്പോഴൊക്കെ തുണച്ച വലിയ 2 ജില്ലകൾ, ഒന്ന് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലായി തിരുവനന്തപുരവും തൃശ്ശൂരും 3 തിരഞ്ഞെടുപ്പ് വേണമെങ്കിലും കൂട്ടാം, പരിപൂർണമായി UDFിനെ പിന്തുണയ്ക്കുന്നില്ല. അവിടെയാണ് BJPയുടെ വലിയ വളർച്ചയുണ്ടായത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു, അവിടെ പക്ഷേ തിരികെ പിടിക്കാൻ കഴിഞ്ഞു. ഈ തദ്ദേശ BJPക്ക് വലിയ നേട്ടത്തിലേക്ക് പോകാൻ കഴിയാതെ തന്നെ കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞ ഒരു പ്ലസ് ആണ്. അതേസമയം തിരുവനന്തപുരത്തും മത്സരത്തിനിറങ്ങിയാൽ പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്ന ബോധ്യം അണികളെയും ജനങ്ങളിലും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായി. അപ്പോൾ LDFനും UDFനും BJPയാൽ തിരിച്ചടി 2 ജില്ലയിൽ ഏറ്റാലും അതിനെ മറികടന്ന് ഭരണത്തിലേക്ക് വരാൻ പിന്നീടുള്ള വളരെ പ്രധാനപ്പെട്ട 2 വലിയ ജില്ലകൾ കോഴിക്കോടും കൊല്ലവുമാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ പോലും കോഴിക്കോടും കൊല്ലവും UDFിനെ പിന്തുണയ്ക്കാറില്ല. കോൺഗ്രസിന് ഒരു MLA പോലും ഉണ്ടാകാറില്ല. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ബാലകൃഷ്ണപിള്ള കൊല്ലത്ത് ചിലപ്പോൾ MLA ആവും, അല്ലെങ്കിൽ 10ാമത് KB ഗണേഷ് കുമാറാവും. കോഴിക്കോട് നേരത്തെ സുജനപാൽ MLA ആയിരുന്നു, അല്ലെങ്കിൽ ഒരു MK മുനീർ ആയിരിക്കും. ലീഗിനൊക്കെ ആയിരിക്കും ഒരു സീറ്റ്. കോൺഗ്രസിന് സീറ്റ് കിട്ടാൻ സ്ഥലങ്ങൾ അവിടെയാണ് ഈ തദ്ദേശ ഇലക്ഷന്റെ വലിയ പ്രസക്തിയും സാധ്യതയും UDFിന് അനുകൂലമായി നിൽക്കുന്നത്. ഈ തൃശ്ശൂരും തിരുവനന്തപുരവും അല്പം പിന്നിലേക്ക് പോകേണ്ടി വന്നാലും കോഴിക്കോടും കൊല്ലവും അത് അനുകൂലമാകും, അത് ഫില്ല് ചെയ്യാൻ കഴിയും എന്നൊരു തോന്നലുണ്ട്. ഇല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആത്മവിശ്വാസം ഒരു ഭാഗത്ത് നിൽക്കുന്നു. CPMനെ സംബന്ധിച്ച് ഏത് പരിസ്ഥിതിയിൽ നിന്നും ഉയർന്ന് എണീറ്റ് വരാനുള്ള സംവിധാനം അതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ട് എന്ന് കരുതി CPM ഇല്ലാതാവുന്നോ അതിന് തളർച്ചയുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വേഗം എത്രത്തോളം ആകും, അതിനെ മുൻകണ്ട് കോൺഗ്രസിന് CPMനകത്ത് ഒരു വിലയിരുത്തലുള്ള എന്ന് പറഞ്ഞാൽ അത്ര ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. അത് പറയാൻ അവർ മുന്നോട്ട് വെക്കുന്ന കണക്ക് ജില്ലാ പഞ്ചായത്തുകളാണ്. 7 ജില്ലാ പഞ്ചായത്തുകൾ ലഭിച്ചല്ലോ. ഭരണവിരുദ്ധ വികാരവും ശബരിമല ഇഷ്യൂവും നന്നായി അടിച്ചിരുന്നെങ്കിൽ കാർപ്പറ്റ് ബോംബിംഗ് സംഭവിക്കുമായിരുന്നു. 1 ഇഞ്ച് പോലും ഇല്ലാതെ മിക്കയിടത്തും പരാജയപ്പെട്ടേനെ. 2 ജില്ലാ പഞ്ചായത്ത് മാത്രമേ കിട്ടുകയുള്ളായിരുന്നു, ബാക്കി 5 കൂടെ പോയേനെ. അങ്ങനെ പൂർണ്ണമായ ഒരു പരാജയം സംഭവിച്ചിട്ടില്ല എന്ന് വിലയിരുത്താൻ വേണ്ടി CPMനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ 7 ജില്ലാ പഞ്ചായത്ത്, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളിലാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടിംഗ് നടക്കുക എന്നുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം വലിയൊരു ഘടകമാണ്, വ്യക്തികൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്ന് മാത്രമല്ല BJP കുറേയേറെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ തന്നെയാണ് അവർ ഈ നേട്ടം വന്നിരിക്കുക. അവർ വോട്ടിംഗ് ശതമാനം കുറവെന്നെങ്കിലും BJP നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BJPക്ക് 34 നിന്നെന്ന BJP തിരുവനന്തപുരം കോർപ്പറേഷൻ 50 എത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ ഒരു നേട്ടം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് ശബരിമല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ CPM ധരിച്ചത്, അല്ലെങ്കിൽ സർക്കാർ ധരിച്ചത്, ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തല്ലോ, ഞങ്ങൾ വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങളുടെ കാലത്ത് ഒരുപാട് വികസിതമായ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ശിശുമരണ നിരക്കിൽ നമ്പർ 1 ആണ്, നിയന്ത്രിക്കുന്നതിൽ നമ്പർ 1 ആണ്, ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഭരണ നേട്ടങ്ങളും വികസിത നേട്ടങ്ങളും ഒക്കെ മുൻനിർത്തി വെക്കുമ്പോൾ രാഷ്ട്രീയപരമായി വരുന്നിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയപരമായ വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ലായിരുന്നു. ഇത്തരം കേസുകൾ കോടതി നിശ്ചയിച്ച ഒരു അന്വേഷണ കമ്മീഷനാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്ന രീതി അനുസരിച്ച് കുറ്റപത്രം വരെയൊക്കെ കാക്കാതെ അവർക്കെതിരെ ആദ്യമേ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ രാഷ്ട്രീയപരമായി പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം അടിസ്ഥാന വോട്ട് LDFന് നഷ്ടപ്പെട്ടിട്ടില്ല. അടിസ്ഥാന വോട്ട് കിട്ടിയാൽ LDF വിജയിക്കില്ല. എന്നാൽ അടിസ്ഥാന വോട്ട് പോലും പോയ കാലഘട്ടമുണ്ടല്ലോ, അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 3-4 മാസം ഏറിപ്പോയാൽ അതൊരു പര്യാപ്തമായ കാലയളവാണോ തിരിച്ചു വരിക? അല്ല, ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണല്ലോ. ഇനിയിപ്പോൾ സർക്കാരിന്റെ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ടാവും, സ്വാഭാവികമാണല്ലോ. പ്രഖ്യാപനം MM മണിയെ പോലുള്ളവർ പിന്നെ അത് തീർച്ചയായിട്ടും ദിവിഷ, അത് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ MM മണിയുടെ പ്രസ്താവനയെ അപലപിക്കുകയാണ് ഇപ്പോൾ CPM. അതുകൊണ്ടാണല്ലോ MM മണി പ്രസ്താവന തിരുത്തുന്നത്. പക്ഷേ MM മണിയെ പോലെയുള്ളവർ നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങൾക്ക് മേൽ വേറൊരു തിരിച്ചടി ഉണ്ടാകും. എന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ BJPക്കും കോൺഗ്രസിനും വളരെ എളുപ്പം സാധിക്കും. ഉറപ്പായിട്ടല്ലേ? കണക്ക് നോക്കുന്നത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും ഒടുവിലത്തെ ടാലി അനുസരിച്ചാണെങ്കിൽ മൊത്തം 346 ഡിവിഷനുകൾ സംസ്ഥാനത്ത്, 14 ജില്ലാ പഞ്ചായത്ത്. അതിൽ 196 UDFനാണ്, 148 LDFനുള്ളൂ. അപ്പോൾ ആത്മവിശ്വാസം എത്രയും ശരിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം ജില്ല എപ്പോഴും ഒപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഈ റിസൾട്ടിൽ തന്നെ നെയ്യാറ്റിൻകര, വർക്കല, നെടുമങ്ങാട്, ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റികളെല്ലാം LDFനൊപ്പമാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ വലിയ വ്യത്യാസമില്ല, 2-3 സീറ്റ് വ്യത്യാസമേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ കോട്ടകൊത്തളങ്ങളിൽ പോലും ജില്ലാ പഞ്ചായത്തിലെ പാർട്ടികൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിൽ ഇപ്പോൾ എണ്ണം പറയുമ്പോൾ 7 പറയാം, പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിൽ യു ഡി എഫിന് വലിയ മേൽക്കൈയുണ്ട്, മെച്ചമുണ്ട്, അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ. അല്ല, അതായിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി യു ഡി എഫിന് വരാൻ പോകുന്നത്. കാരണം ജനങ്ങൾ അവരുടെ അമർഷം ഈ തദ്ദേശത്തിൽ അങ്ങ് അടിച്ച് തീർത്തു എന്ന് മാത്രമല്ല, യു ഡി എഫിനെ നമുക്കറിയാമല്ലോ, യു ഡി എഫിന്റെ ഒരു പ്രചരണ രീതിയും നേതാക്കന്മാർ തമ്മിലുള്ള പിടിവലിയും ഒക്കെ ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും ഇത് സ്വാഭാവികമാണ്. കാരണം സ്വാഭാവികമായും അതിലാണ് വലിയ പ്രതീക്ഷ. യു ഡി എഫ് നേരത്തെ പറഞ്ഞ രതീഷ് പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒരു സംഘടനയല്ല യു ഡി എഫ്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തരൂർ ഒരു വഴിക്ക് പോകുമ്പോൾ കെ സി വേണുഗോപാൽ വേറൊരു വഴിക്കായിരിക്കും പോവുക. അപ്പോൾ ഈ ഒരു അമർഷം ജനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ജനങ്ങൾ ട്രെൻഡ് ഒരു വലിയ വികാരം ഉണ്ടായിരുന്നു, ആ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് നിലയിലാണ് എൽ ഡി എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല യു ഡി എഫിന്റെ പാളിച്ചകൾ അത് അനുകൂലമായി വരും എന്നൊരു പ്രതീക്ഷ കൂടി എൽ ഡി എഫ് ഒരു കാര്യമുണ്ട്. നമ്മൾ മറുഭാഗത്തിന്റെ പാളിച്ചകൾ നമുക്ക് ആയുധമാക്കുന്നതിന് പകരം നമ്മുടെ ഭാഗത്ത് തിരുത്തി നമ്മുടെ ആയുധങ്ങൾ പുറത്തെടുക്കുന്നതായിരിക്കും. ഒരു വരിയും കൂടി പറഞ്ഞ അവസാനം, ഇപ്പോൾ ബി ജെ പിയുടെ പെർഫോമൻസ് ഉള്ള ബെറ്റർ ആണ്. ഇതുവരെ വന്ന കണക്കനുസരിച്ച് 17% കണക്കുകളെ വന്നിട്ടു അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് 20% അവരുടെ പ്ലാൻ 25% അതിലേക്ക് അവർ എത്തിയില്ല. കാരണം ഒരു ലക്ഷ്യമിട്ടായിരുന്നു ബി ജെ പി പോയത്. ആ ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ബി ജെ പിക്ക് അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് അവരുടെ ബേസ് വോട്ട് മാറിയിട്ടില്ല, ആ ബേസ് വോട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല. അവർ മത്സരിക്കാത്തതുകൊണ്ട് കുറെ സ്ഥലങ്ങളിൽ അവർക്ക് വോട്ട് ടോട്ടൽ വോട്ടിൽ പെർസെൻറ്റേജ് 17%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% ഉണ്ടായിരുന്നു. 25% അമിത്ഷാ നൽകിയ ടാർഗറ്റ്. പക്ഷേ അത് 17% എത്തി. നേരത്തെ ഒരു 5 കൊല്ലം മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിയിലേക്ക് തന്നെ എത്തി എന്നൊരു ഫൈനൽ 4 ടൈം മുമ്പോളം നമ്മൾ നോക്കിയാൽ 5% വോട്ടാ ബി ജെ പിക്ക്. അത് 11 ആകുന്നു, പിന്നെ അത് കുറഞ്ഞ് വീണ്ടും 10 ആകുന്നു, അതിനുശേഷം അത് 15 ആകുന്നു, ഇപ്പൊ അത് 17 ആകുന്നു. 17 ആകുമ്പോഴും അവരുടെ ഗ്രാഫ് ഞാൻ നോക്കുമ്പോൾ മുകളിലേക്കാണ്. ഈ മുകളിലേക്ക് പോകുന്ന ഗ്രാഫ് അനുസരിച്ച് കഴിഞ്ഞ തവണ സീറ്റുകൾ നഷ്ടപ്പെട്ടത് യു ഡി എഫിനായിരുന്നെങ്കിൽ ഇത്തവണ അത് എൽ ഡി എഫിനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഒരു പോയിന്റാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകമായി പരമ്പരാഗതമായി CPM വോട്ട് ചെയ്തിരുന്ന ഈഴവ കമ്മ്യൂണിറ്റി ഇപ്പോൾ അങ്ങനെ എടുത്തു പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളി നടത്തിയ SMDP ജനറൽ സെക്രട്ടറിയെ തർക്കങ്ങളൊക്കെ മറന്ന് ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണല്ലോ അന്ന് വോട്ട് ചോർന്നു പോയി ആ വലിയൊരു വിഭാഗത്തിൽ നിന്ന് എന്ന CPMന്റെ അനാലിസിസിന്റെ പ്രസക്തി ഇപ്പോഴും നിൽക്കുകയാണ്. ഈ തദ്ദേശ ഇലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. രതീഷ്, അതിനകത്ത് ഒരു പരിപാടി ഇത്തവണ NSS ഉൾപ്പെടെയുള്ള വലിയ പിന്തുണയാണ് എൽ ഡി എഫിന് കൊടുത്തത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ. അതും അട്ടിമറിക്കപ്പെട്ടത്. എന്തായാലും മാറ്റങ്ങൾക്ക് ഏത് വിധത്തിൽ പാർട്ടികൾക്ക് തയ്യാറാകും. പറഞ്ഞ പോലെ മറുഭാഗത്തിന്റെ വീഴ്ചകളെ ലക്ഷ്യം വെച്ചാണോ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.